അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയമുള്ളവരെ, പ്രിയമുള്ള വിശ്വാസികളെ, ഇവിടെ ഒരുപാട് കാലമായി കള്ളക്കറാമത്തുകൾ പറയുന്നത്. ഈ കറാമത്ത് പറയാൻ 500 പേജുള്ള ഒരു കിതാബ് റെഡിയാക്കിയിട്ടുണ്ട് എന്നാണ് ഇവിടെ ഒരു ഉസ്താദ് പറയുന്നത്. ആ റെഡി ചെയ്ത് ഇത്ര കാലം അതിനെ പറഞ്ഞു നടന്നു. ഒരുപാട് കറാമത്തുകൾ മടവൂർ അബൂബക്കർ മുസ്ലിയാർ, മടവൂർ ഔലിയ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കറാമത്തുകളാണ്. അതിൽ മൊത്തമുള്ള ഉണ്ടായിരുന്നതും കള്ളക്കറാമത്തുകളാണ്. ഇതിനെ വിമർശിക്കുന്നവരെ കാഫിറാക്കുന്നതും മുജാഹിദുകളാക്കുന്നതും ഇവരുടെ പണിയാണ്. ഇവർക്കുള്ള ഈ വരുമാന മാർഗം ഇതിലിവർ നേടിയത് 1-2 അല്ല, ഒരുപാട് ഇവർ നേടിയിട്ടുണ്ട്. വീട് പണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കറാമത്തുകളെ വീട് വീടാന്തരം പോയി നിങ്ങൾ കണ്ടവരാണോ? എന്താണ് നിങ്ങൾ കണ്ടത്? അദ്ദേഹത്തിൻ്റെ കറാമത്ത് എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? ഇങ്ങനെ കേട്ട് അലഞ്ഞു തിരിയുന്ന ഒരു മുസ്ലിയാർ പോലും 57 ലക്ഷത്തിന് വീടുണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ഉസ്താദ് പറയുന്നു, കിതാബ് രചിച്ച ഉസ്താദാണ്, 500 പേജിലുള്ള ഒരു കിതാബാണ്. അതിൻ്റെ പേരാണ് കുത്തുബുൽ ആലം ഫി മനാക്കിബി കുത്തുബുൽ ആലം എന്ന് പറഞ്ഞു. കുത്തുബുൽ ആലം ഫി മനാക്കിബി കുത്തുബുൽ ആലം എന്നുള്ള 500 പേജുള്ള കിതാബാണ്. അദ്ദേഹം ഇപ്പോഴാണ് പറയുന്നത്. എല്ലാം കഴിഞ്ഞ് ഒരുപാട് കാലമായി പ്രചരിപ്പിച്ച് ഇതിനെ ഒന്നും അറിയാതെ, ഒട്ടും പൊട്ടും അറിയാത്ത വിശ്വാസികൾ, പാവങ്ങളായ വിശ്വാസികൾ, അവർക്കതിനെ എന്താണെന്ന് അറിയാൻ പോലും കഴിയാത്ത, സമയമില്ലാത്ത, ജോലിക്ക് പോകുന്ന, കച്ചവടം ചെയ്യുന്ന ഇത്ര സാധാരണക്കാർ അതിൻ്റെ കാര്യത്തിൽ ഒരു പണ്ഡിതന്മാർ പറയുമ്പോൾ, താടിയും തലപ്പാവുമുള്ളവർ പറയുമ്പോൾ അതിനെ അച്ചടി പോലെ വിശ്വസിച്ച് അവർ പറഞ്ഞതുപോലെ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുന്നതിനെ കുറച്ച് കഴിവിൻ്റെ പരമാവധി കറാമത്തിലേക്ക് അടുപ്പിച്ച ഈ കിതാബിനെ ഇദ്ദേഹം നിരുത്താൻ പോവുകയാണ്. ഇനി അതിന് ആരൊന്നും പറയാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ നാക്കിൽ നിന്ന് തന്നെ നിങ്ങൾ കേൾക്കുക ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഈ സംസാരിക്കുന്ന എം അബ്ദുൽ മജീദ് വാക്കവി കാമിൽ സഖാഫി മുടിപ്പോൾ മഞ്ചേരി മലപ്പുറം. ഇപ്പോഴത്തെ മടവൂർ ഉയർവാവിനെ പറ്റി ഞാൻ ബുക്ക് ജമ്മിൽ ചെയ്തിരുന്നു. ആ ബുക്കിന്റെ പേര് കുത്തുബുൽ ആലം ഫി മനാക്കിബി കുത്തുബിൽ ആലം. ആ ബുക്കിൽ ചില വസ്തുതക്ക് നിരക്കാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് ആ പുസ്തകം, ആ കിതാബ് ഞാൻ പിൻവലിച്ചിരിക്കുന്നു. ഇത് മുതൽ ആ കിതാബ് ഇസ്തേമാൽ ചെയ്യാനോ, വഅദ് പറയാനോ, കോപ്പിയെടുക്കാനോ, കോപ്പിയെടുത്ത് വിൽക്കാനോ പോലത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. വഅദ് പറയാൻ പാടില്ല, ഒന്നും പാടില്ല. ബഹുമാനമുള്ളവരെ, ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത്, ഇനിമേലാൽ ഇതിനെ ആരും പ്രസംഗിക്കരുത്, ഇതിനെ പറഞ്ഞു നടക്കരുത്, ഇതൊന്നും നിങ്ങൾ കാശുണ്ടാക്കരുത്, വിശ്വസിപ്പിക്കരുത്, അതിൽ വസ്തുതക്ക് നിരക്കാത്ത കാര്യങ്ങളുള്ളത് കൊണ്ട് ഞാനതിനെ പിൻവലിച്ചു എന്നാണ്. ഇദ്ദേഹം കച്ചവടം പൂട്ടിപ്പോയി, ഇദ്ദേഹത്തിന് കച്ചവടം മതിയായി, മരണത്തിൻ്റെ ഓർമ്മയായി. അതുകൊണ്ടാണ് ഇദ്ദേഹം ഇതുപോലെ ചെയ്തത്. ആരോടും ചോദിച്ചിട്ടാണോ, ചോദിക്കാതെയാണോ ഇത് ഉണ്ടാക്കിയത്? അതല്ല ഇപ്പോൾ നിർത്തുമ്പോൾ ആരോടെങ്കിലും ചോദിച്ചോ? അല്ല ഇദ്ദേഹത്തിന് മരണത്തിൻ്റെ വാസന വന്നതായിരിക്കുമെന്നാണ് കരുതുന്നത്. കാര്യമുണ്ടതിൽ. ഇദ്ദേഹം അവസാനം മരിക്കുമ്പോഴും നല്ല രീതിയിൽ മരണപ്പെടാൻ കൊതിക്കുന്നുണ്ടാവും. ഒരുപാട് കള്ളമെന്ന് അതിനെ രചിച്ച ആൾക്ക് തന്നെ അറിയാമല്ലോ. ഇതിനെ പറഞ്ഞു നടക്കുന്നതും ആ കിതാബിലുള്ളതിന് ഒരുപാട് കൂട്ടി ചേർത്ത് കഴിവിൻ്റെ പരമാവധി അതിനെ പൊക്കി പറഞ്ഞ് ഇവർ അതെല്ലാം ഭയങ്കര കറാമത്താണെന്ന് ഇവർ കരുതുന്നതും CM മടവൂർ എന്തെല്ലാം ചെയ്തു നമുക്ക് പറയാൻ തന്നെ
കഴിയാത്ത ഓരോ കാര്യങ്ങൾ പോലും ഇവർ പറഞ്ഞു നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ കാര്യത്തിൽ അഹ്സൻ എന്താണ് പറയുന്നത് അത് കേൾക്കും. ഈ കിതാബ് ഇത്രയും എല്ലാ ഗ്രന്ഥങ്ങളിൽ നിന്നും അതിന്റെ ആധികാരികത പറഞ്ഞ് ഹഖുൽ യഖീനും പിന്നെന്താ ഐനുൽ യഖീനും ഇത്രയും ഉറപ്പുണ്ട് എന്ന് പറഞ്ഞൊരു സംഗതി അതേതെങ്കിലും ഒരു പേജല്ല, ഏതെങ്കിലും ഒരു വാക്കല്ല, അത് മുഴുവൻ പിൻവലിക്കുകയാണ്. നേരത്തെ ഹബീബായ തങ്ങളെ കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയത് പിൻവലിച്ചല്ലോ. ഞാൻ പറഞ്ഞു പിൻവലിക്കാൻ ഇനിയും ബുക്കുണ്ട്. ഷാഫി മദ്ഹബ് എന്ന ബുക്ക് പിൻവലിക്കണം, മൗലിദുൽ ഹുസ്നൈൻ പിൻവലിക്കണം. ഇതുപോലെ മടവൂർ ശൈഖുനയുടെ മഹത്വം പറഞ്ഞത് നിങ്ങളുടെ നേതാക്കൾ പറഞ്ഞതിനെതിരായി എന്നതുകൊണ്ടാണ് പിൻവലിക്കേണ്ടത് എങ്കിൽ പിൻവലിക്കേണ്ട ചില കിതാബുകളും ചില പുസ്തകങ്ങളും അതിന്റെ ലിസ്റ്റ് നിങ്ങൾക്ക് തരാൻ പോവാണ് അടിയന്തരായിട്ട് കൂടിയിട്ട്. ഇപ്പോൾ മനസ്സിലായില്ലേ സഹോദരന്മാരെ? നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം. നമ്മളെപ്പോലെയുള്ളവർ സാധാരണക്കാർ ചെയ്യുന്ന ഇബാദത്താണ് അള്ളാഹു സ്വീകരിക്കുന്നത് എന്ന് ഇവിടെ മനസ്സിലാക്കിയാൽ മതി. ഇവർ ജീവിക്കാൻ വേണ്ടി ഇതുപോലെയുള്ള കറാമത്തുകളെ തട്ടിവിടുകയാണ്. ഇതിപ്പോൾ ഒന്നിനെ ഇദ്ദേഹം 500 പേജിയുടെ ഈ കിതാബ് ഇതിനെ നിരുത്താൻ പോകുകയാണ്. ഇതിനെ പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഒരുപാട് ലിസ്റ്റുകൾ എൻ്റെ കയ്യിലുള്ളതാണ്, അതെല്ലാം നിരുത്തണമെന്നാണ് ഈ അഹ്സന് പറയുന്നത്. സത്യമാണ്. ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് ഖുർആനും ഹദീസും സഹിയായ ഹദീസുകളും മാത്രമാണ് ഇവിടെ ആവശ്യമുള്ളത്. അതാണ് ജീവിതവും, അതാണ് നമ്മുടെ അവസാനം, അതുപോലെ നമ്മുടെ ദുനിയാവും ആഖിറയും പരലോകത്തിൻ്റെ വിജയവും എല്ലാം ഖുർആനും ഹദീസും സഹിയായ ഹദീസുകളും മാത്രമാണ്. ഇവരിതെല്ലാം കെട്ടിപ്പടുത്തി പുസ്തകമുണ്ടാക്കി കിതാബുകളുണ്ടാക്കി അതിനെ പറഞ്ഞ് ഞാനാണ് ഖുതുബുൽ ആലം, ഞാനാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവന്, ഒരു ഇല പറക്കണമെങ്കിൽ ഞാൻ വിചാരിക്കണം, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ CM പറഞ്ഞു എന്ന് CM മടവൂർ പറഞ്ഞു എന്നാണ് ഇവർ പറഞ്ഞു നടക്കുന്നത്. അദ്ദേഹം പറഞ്ഞോ ഇല്ലയോ അല്ലാഹു ആലം. അദ്ദേഹം പറഞ്ഞതാണ് ഇവർ പറയുന്നത്. ഇവരുടെ കച്ചവടമാണോ ഒന്നും മനസ്സിലാവാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് നമ്മളെപ്പോലെയുള്ളവർ ഇത് ചിന്തിച്ച് മനസ്സിലാക്കി ഇതെല്ലാം കള്ളമാണെന്ന് പറയുമ്പോൾ അവർ എന്താണ് പറയുന്നത്? നിരീശ്വരവാദികളാണ്, അതല്ലെങ്കിൽ മുജാഹിദുകളാണ്, ഇങ്ങനെയാണ് ഇവർ പറഞ്ഞു നടക്കുന്നത്. അപ്പോൾ ഇവിടെ സലഫികളും മുജാഹിദുകളും ഒരുപാട് കാലമായി ഇവർ പറയുന്നത് അള്ളാഹുവിനെ മാത്രം അടുക്കുക, അള്ളാഹുവിനെ മാത്രം വിളിക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നവർ ഒരുപാട് വർഷങ്ങളായി പറയുന്നത്. എങ്കിലും അവർ മുജാഹിദുകളാണല്ലോ എന്ന് പറഞ്ഞ് അവരെ തോൽപ്പിക്കാൻ വേണ്ടി ഇവർ ഓരോ കിതാബുകൾ ഉണ്ടാക്കി ഇപ്പോൾ അവസാനം ഈ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം നമ്മളെപ്പോലെയുള്ളവർ പറയാൻ തുടങ്ങി നമ്മൾ മുജാഹിദായിട്ടല്ല ഏതെങ്കിലും പ്രസ്ഥാനത്തിലേക്ക് പോയിട്ട് പറയുന്നതല്ല, നിങ്ങളെപ്പോലെ തന്നെ അള്ളാഹുവിനെ അതുപോലെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ ഉണ്ടായിട്ട് പോലും ഇവർ പറയുന്നത് നമ്മളെ മുജാഹിദുകളാണെന്ന്. ഇതെല്ലാം പറയാൻ പാടില്ല, ഇത് സത്യമുള്ളതല്ല, ഇതെല്ലാം കള്ളക്കറാമത്തുകളാണ് എന്ന് അത്ര സ്പഷ്ടമായി നമുക്കത് മനസ്സിലാവുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനെ വിശദീകരിച്ച് അറിയാത്തവർക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പറയുമ്പോൾ ഇവരുടെ കച്ചവടം പൂട്ടിപ്പോകുമെന്ന് ഭയന്നും കൊണ്ട് ഇവർ നമ്മളെ മുജാഹിദുകളാണ്, സലഫികളാണ്, തബ്ലീഗുകളാണ്, ഇതുപോലെ ഔലിയാക്കന്മാരെ ബഹുമാനിക്കാത്തവരാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ പറഞ്ഞു നടക്കുന്നു. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഇത് മനസ്സിലാവുന്നില്ല. ഒരുപാട് വലിയ തലപ്പാവും ഈ താടിക്കാർ പറയുന്നത് അതാണ് സത്യമാണെന്ന് കരുതുന്നത്. അവർക്ക് സമയമില്ല, ഇതിനെ നല്ല രീതിയിൽ സ്റ്റഡി ചെയ്യാൻ ഈ പാവങ്ങൾക്ക് സമയമില്ല. അവരുടെ കച്ചവടമായി, അവരുടെ പ്രവൃത്തിയായി, അവരുടെ ജോലിയായി ഇത് ചെയ്ത് ജീവിക്കുന്നവർ ഇവർ എന്തെല്ലാം പറഞ്ഞതെല്ലാം സഹിയാണ്, ഇത് ശരിയായ രീതിയാണ്, ശരിയായതാണ് എന്ന് പറഞ്ഞ് ഇവർ കരുതുന്നതാണ്. അതുകൊണ്ട് ഇവരുടെ ഇവർ ലാഭം കൊയ്യുന്നുണ്ട്. അതുപോലെ സ്ത്രീകളെ കഴിവിൻ്റെ പരമാവധി ഇവർ വശത്തിലാക്കി എത്ര കിട്ടുന്നത്ര ഇവർ പിഴിഞ്ഞെടുക്കുന്നു. കാശ് കിട്ടാൻ വേണ്ടി ഗൂഗിൾ പേ അത് എന്തെല്ലാം സംവിധാനമുണ്ടോ ഇവർക്ക് വിജയിക്കാനുള്ളത്, പണമുണ്ടാക്കാൻ, ഇവിടെ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയുള്ള മാർഗമാണ് ഇവർ ദീനിനെ ഉപയോഗിച്ച് കള്ളക്കറാമത്തുകൾ പറഞ്ഞ് ഇതാണ് ദീനി എന്ന് വിശ്വസിപ്പിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇദ്ദേഹം പെട്ടെന്ന്
കിതാബുകളെല്ലാം പൂട്ടി വീട്ടിലേക്ക് പോകാൻ തയ്യാറായതുകൊണ്ട് ഇത്തരം കള്ളകറാമത്തുകൾ ഇവർ ഉണ്ടാക്കിയ എല്ലാ കിതാബുകളും ഇതാണ് റസൂലുള്ളാഹിന്റെ കാലത്ത് ഉണ്ടായതല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ഖുർആനല്ലാതെ അതിൻ്റെ ശേഷം സഹിയായ ഹദീസുകളല്ലാതെ ഇതെല്ലാം കഥയാണ്, കെട്ടിയ കഥകളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്തെടുക്കാനും മുത്തുനബിയും അതുപോലെയുള്ള സഹാബാക്കളെ നമുക്ക് അവരുടെ ചരിത്രം പഠിച്ച് അവർ ചെയ്തതുപോലെ അവർ മാതൃക കണ്ട് നമുക്ക് ജീവിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.